നമുക്കൊന്ന് ചെറുന്നമ്പലത്തിൽ പോയി തരാം. നാരങ്ങ കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മാത്രല്ല, അമ്മേന്റെ ഫ്രണ്ട്സും ഉണ്ട്. നമുക്കൊന്ന് ചെറുന്നമ്പലത്തിൽ പോയി തരാം. നാരങ്ങ കൊടുക്കാൻ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഗംഭീരമായിട്ടുണ്ട് വൈറലായിട്ടുണ്ട്. വൈറലാവാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു അമ്പലത്തിൽ പോയി, അതാണ് വിഷയം. അമ്പലത്തിൽ പോയത് ഇത്ര വലിയ വിഷയമാണോടെ എന്ന് ചോദിക്കരുത്. അമ്പലത്തിൽ പോവുകയല്ല. ആ അമ്പലം എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി എന്ന് പറയുന്നൊരു ക്ഷേത്രമാണ്. ചെറുകുന്നുകാവ് അന്നപൂർണേശ്വരി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് അവൻ പോകുന്നു. അവിടേക്ക് പോകുമ്പോൾ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്ന് വിശ്വാസമാണത്രേ. ആയിക്കോട്ടെ, അവൻ എന്തോ നാരങ്ങ എങ്ങാണ്ടാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. അത് അവിടേക്ക് അവിടെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുന്നു. പായസം വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ചോറ് തിന്നാനിരിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് പ്രശ്നം ആരംഭിച്ചത്. നമുക്ക് ആ ചോറ് തിന്നലൊന്ന് കാണാം. നോക്കൂ, എവിടെയാണത് ചോറിനല്? ഇവിടെ ഒന്നും പ്രശ്നമില്ല കേട്ടോ. അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് വല്ല പ്രശ്നം മനസ്സിലായോ? അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ്. ആളുകൾ മുഴുവൻ ഈ ഒരു വീഡിയോ ഗംഭീരമായിട്ട്, തുടക്കത്തിലൊക്കെ നല്ല മാന്യമായ കമന്റുകളായിരുന്നു. പിന്നീടാണ്ട് കമന്റ് സെക്ഷനൊക്കെ മാറി. പ്രധാനമായിട്ടും പറഞ്ഞത് ആ വിളമ്പുകാരനെ കുറിച്ച് മാത്രമാണ്. ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, വിളമ്പുന്നവന്റെ ചെപ്പക്കുറ്റി അടക്കി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സുഹൃത്തുക്കളെ, അവിടെ വിളമ്പുന്നത് ചോറാണ്. ആ ചോറ് വിളമ്പുമ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നത്, ഒന്ന് മാന്യമായിട്ട് വിളമ്പിച്ചൂടെ? എത്ര ഭക്ഷണമാണ് ആ ഇലയ്ക്ക് പുറത്തോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കറി വിളമ്പുന്നതും അങ്ങനെ തന്നെയാണ്. ആയിരിക്കാം, ഒരുപാട് ആളുകൾ വരുന്ന ക്ഷേത്രമായിരിക്കാം, ഒരുപാട് ആളുകൾ ചോറുണ്ടായിരിക്കുന്നുണ്ടായിരിക്കും. എത്ര ആളുകൾ വന്നാലും ഇത് അന്നപൂർണേശ്വരി ക്ഷേത്രമല്ലേ? അന്നമല്ലേ കൊടുക്കുന്നത്? ആ കൊടുക്കുന്ന അന്നം കളയാൻ പാടുണ്ടോ? അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തെറിപ്പിച്ചു കൊടുക്കാൻ പാടുണ്ടോ? വിശ്വാസപ്രകാരം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഭക്ഷണം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക എന്ന് പറയാം. ഒന്നിനൊരു മുട്ടില്ലാതെ പറയാം. ആയിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമില്ല, ഒന്നിനൊരു മുട്ടും വരണ്ട. പക്ഷെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒന്നിനൊരു മുട്ടും വരണ്ട, പക്ഷെ എന്തിനാണ് ഈ ഭക്ഷണം കളയുന്നത്? അതൊന്ന് വൃത്തിയായിട്ട് ആ ഇലയിലേക്ക് തന്നെ ഇട്ടുകൊടുത്താൽ എന്താണ് വിഷയം എന്നാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നം. നോക്കൂ, ഇതിന് താഴത്തുള്ള കമന്റുകളാണ്. അന്നം പകുതി പുറത്താണ്. ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന കമന്റാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ഞാൻ പറയുന്നല്ല. അന്നം പകുതി പുറത്താണ്. ഇത് കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. കാണുമ്പോൾ സങ്കടം വന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് ശരണ്യ സന്ദീപാണ്. പറയുന്നതൊക്കെ ഹിന്ദുക്കൾ തന്നെയെന്ന് വിചാരിച്ചോളൂ. വിളമ്പുന്നതാണോ എറിയുന്നതാണോ? സങ്കടം തോന്നി കണ്ടപ്പോൾ. ഈ അമ്പലത്തിനടുത്ത് തന്നെ എത്ര പേർ പട്ടിണി കിടക്കുന്നുണ്ടാകും? ഒരു ഇലയെങ്കിൽ, ഒരു ഇലച്ചോർ ബാക്കിയുണ്ടെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാളുടെയെങ്കിലും വയർ നിറയില്ലേ? വളരെ മോശം പ്രവൃത്തി, പറയാതെ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി ഇതിന് താഴത്ത് കമന്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ പറയുന്നത്, ഇത് എൻ്റെ അഭിപ്രായം എടുത്ത് പറയുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ അവസാനം പറയാം. അടുത്തത്, അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന് കണ്ടു, വാരി എറിഞ്ഞു ചോറ് വിളമ്പാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. അതാണ് ബെസ്റ്റ് കമന്റായിട്ട് എനിക്ക് തോന്നിയത്. അന്നപൂർണേശ്വരി ക്ഷേത്രമായിരിക്കാം, ചോറ് എങ്ങനെ ധാരാളം കൊടുക്കാനൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ ഇത് ഒരുമാതിരി വിളമ്പലായിപ്പോയി. വാരി എറിഞ്ഞ് വിളമ്പുകയാണ് അല്ലേ? അന്നപൂർണേശ്വരിയാണ്. അന്നപൂർണേശ്വരി വെച്ചാൽ അന്നം ഭക്ഷണം, അത് എപ്പോഴും കിട്ടുന്ന ക്ഷേത്രം എന്നൊക്കെ പറയാം. പക്ഷെ വാരി എറിഞ്ഞു കൊടുക്കാൻ ആര് പറഞ്ഞു എന്നാ ചോദിക്കുന്നത്. ഇത് ഹാക്ക്ഡ് സോൾ എന്നാണ് ഇത് എഴുതി വെച്ച ഒരാളുടെ ഒരു പേര്. ഭക്ഷണത്തിനോടൊരു മര്യാദയില്ലേ? പട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന പോലെയല്ലേ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത്? ഫുഡ് എന്തിനാ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നത്? അതെന്താണ് ഇത്രയും പെട്ടെന്ന് ചോറ് തന്നു പോകുന്നത്? പകുതിയും തറയിലാണല്ലോ. നമുക്ക് ചോദിക്കുന്നത് മുഴുവൻ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചല്ല, ആ ഭക്ഷണം വിളമ്പുകാരനെ കുറിച്ചിട്ടാണ്. അതിലൊരു യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം എന്തു തന്നെ ആവട്ടെ, ഏത് തരത്തിലാവട്ടെ, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ദൈവം ഇങ്ങനെ ചോറ് പകുതി ഇലയിലും പകുതി പുറത്തും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ അതാണ് അവിടെ നടക്കുന്നത്. ഇതിന്റെ താഴത്ത് ഒരാളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു എന്താ പറയുക, നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. ആനന്ദ് റീന എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതി വെച്ച്, അനന്തു റീന എന്ന ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, അമ്പലമായാലും പള്ളിയായാലും ഏത് കുർബാന ആയാലും കൊടുക്കുന്ന ഭക്ഷണം അത് മനസ്സറിഞ്ഞു കൊടുക്കണം.
അല്ലാണ്ട് ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കരുത്. ഇതുപോലെ കിട്ടാത്ത ഒരുപാട് ജീവനുകൾ ചെറിയ ചെറിയ നമ്മുടെ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. റെസ്പെക്ട് ഫുഡ്, there are so many people struggling for food എന്ന് പറഞ്ഞിട്ട് ഒരാൾ രാഗി എന്ന് പറയുന്ന ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലവും ദൈവവും ആയതുകൊണ്ട് ചോറ് നിറത്ത് കളഞ്ഞ പ്രശ്നമില്ല അല്ലേ എന്നാണ് വേറെ ആൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അമ്പലമായതുകൊണ്ട് ചോറൊക്കെ എങ്ങനെയും കൊടുക്കാം, ക്ഷേത്രമായതുകൊണ്ട് എങ്ങനെയും വിളമ്പാം. നമ്മളൊക്കെ എന്താ തെണ്ടികളായിട്ട് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതാണോ അവരിങ്ങനെ വിളമ്പി തരുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നേ. നിങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ആ ഒരു വിളമ്പൽ സ്റ്റൈല് മനസ്സിലായിട്ടുണ്ടാവില്ല. കണ്ടോക്ക്, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ കറി വിളമ്പ് നോക്കിട്ടാണ് പകുതിയാ പോണു. അങ്ങനെ നമുക്ക് നമ്മളെ പാൽപ്പായസം കിട്ടിയിട്ടുണ്ടായി. ആയിക്കോട്ടെ, പാൽപ്പായസം കുടിച്ച മോനെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്നുള്ളതാണ് സംഗതി. എന്താ പറയുക, ഭക്ഷണത്തിനോട് ഏത് മതമായാലും, അതിപ്പോൾ ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഭക്ഷണത്തിനോടൊരു വില കാണിക്കണം. അതൊരു ഭയങ്കര വിലപ്പെട്ടൊരു സംഭവമാണ്. അതിങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, ഇങ്ങനെ വലിച്ചിട്ട് വേണമെങ്കിൽ തിന്നടാ എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ വിളമ്പി കൊടുക്കുന്നത് അത്ര ശരിയല്ല. എന്തായാലും ഇത് വൈറലായതോടുകൂടി ഓരിത് അതായത് കൊണ്ടു ലെവൻ ഇത് വെളുപ്പിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഫീൽ ഗുഡ് ആവുന്ന വെച്ചിട്ടൊരു വീഡിയോ ഫീൽ ബാഡ് ആയ ഒരു കഥ ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു, നമ്മൾ ചെറുന്ന അമ്പലത്തിൽ പോയി ചോറിനൊരു വീഡിയോ. അത് എന്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. ഞാൻ ഇപ്പൊ അമ്പല വീഡിയോസ് അങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് ലെവലിൽ അങ്ങനെ ഒരു പാട്ടെല്ലാം വെച്ചിട്ട് വീഡിയോ ആയിരുന്നു. ഫസ്റ്റത്തെ കുറച്ച് നേരം കമന്റ് ബോക്സിൽ നല്ല ശാന്തമായിരുന്നു, ലവും മറ്റേ ഇമോജെല്ലാം വന്നിട്ടുണ്ടായി. പിന്നെ കമന്റ് ബോക്സിന്റെ സ്വഭാവം മാറി. ഞാൻ കുറച്ചിന്റെ കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നുണ്ടല്ലോ, അലമ്പാവസ്ഥ. സംഭവം എന്ന് വെച്ചാല് പറഞ്ഞുതരാം. ഇതായിരുന്നു പ്രശ്നത്തിന് മൊത്തം കാരണമായ ഷോട്ട് ആ വീഡിയോയില്. കണ്ടില്ലേ, ഇവൻ പറയുന്നത് ഇത് അറിയാൻ ചെയ്തു പോയതാണ്, അത് അങ്ങനെയൊന്നുമല്ല. ഇത് അവിടുത്തെ അന്നപൂർണ്ണ ക്ഷേത്രത്തിൽ ഭക്ഷണം ഇങ്ങനെ വാരിക്കൊരി കൊടുക്കണം, അതിന്റെ ഭാഗമായിട്ട് അവരിങ്ങനെ വെതറിട്ട് പോകണ് എന്നാണ് അവൻ പറയുന്നത്. ഒന്ന് കേട്ടോക്ക്. പറയുന്നില്ല, നിങ്ങളോട് കേട്ടോണ്ട് പറയുന്ന സംഭവം വെച്ചാല് ഇത് വിളമ്പുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നില്ലേ. അതായത് അതിന്റെ ഇതെന്ന് വെച്ചാല് അന്നപൂർണേശ്വരന്റെ അമ്പലത്തിൽ നിന്ന്, അതായത് ദൈവം അന്നിങ്ങനെ വെതറി നൽകുന്നു അങ്ങനെ അറിയില്ല, അതായത് വാരിക്കൊരി കൊടുക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ ഒരു കഥയും കേട്ടത്. അതിലൊരു പ്രശ്നം ഉണ്ടല്ലേ, വെതറി നൽകുക വാരിക്കൊരി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും കളഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വെതറി നൽകുക എന്ന് പറയുന്ന പരിപാടി അത്ര ശരിയായി തോന്നുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ദൈവം പറയും തോന്നുന്നില്ല. ഭക്ഷണം പകുതി നിലത്ത് കളയണം, എന്നിട്ട് പകുതി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ഏറ്റവും വൃത്തികെട്ട രീതിയിലൊക്കെ വിളമ്പി കൊടുക്കണം എന്നെന്തായാലും ഒരു ദൈവം പറയില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ. എന്തായാലും ഇവൻ ഇത് വൈറലാവാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവന് തുടക്കത്തിൽ തന്നെ ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്ലിപ്പ് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇവൻ്റെ വീഡിയോ ശ്രദ്ധിച്ചു നോക്കൂ, തുടക്കത്തിൽ തന്നെ ഒരു ക്ലിപ്പ് ഉള്ളത് ആ ഭക്ഷണം അങ്ങനെ കളയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനം കാണുമ്പോൾ നമ്മളെല്ലാവരും ആ വീഡിയോ മുഴുവൻ കാണും. അയ്യോ, ആ ഭക്ഷണം കളയുന്നത് ആരാണ്, എന്താണ്, എവിടെയാണിത് നടക്കണത് എന്ന് എല്ലാവരും കാണും. നോക്കി നമുക്കൊന്ന് കണ്ടില്ലേ, ഇവൻ ഈ വീഡിയോയുടെ ആദ്യ ഷോട്ട് തന്നെ അതാണ്, ആ ഒരു ഭക്ഷണം ആ കളയുന്ന ഷോട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ക്ലിക്കിൽ തന്നെ പിന്നെ ഒരാൾ വേറെ എവിടേക്കും പോവില്ല, ഇതെന്താ ഇപ്പം ഭക്ഷണം കളയുന്നത്, ഇത് എവിടെയാണ്, ഈ വീഡിയോയിൽ എവിടെ ഉള്ളത് എന്ന് കാണാൻ വേണ്ടി കാണുമെന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ വൈറലായി, അവന് എന്താ പറയുക ഭാഗ്യമായി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ എന്തൊക്കെയായാലും ഭക്ഷണമാണ്, അത് റെസ്പെക്റ്റ് ചെയ്യേണ്ട സംഭവമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഭക്ഷണം തന്നെയാണ് ദൈവം. ബൈ.